ഹായ് ഫ്രണ്ട്സ്, സോൾട്ട് ആൻഡ് പേപ്പറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്തമായ ഒരു പിടി വിഭവങ്ങൾ നമ്മൾ ഇവിടെ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വിഭവമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. എന്താണെന്നല്ലേ, നമ്മുടെ ഇടയിൽ വളരെയേറെ പ്രചാരണം ലഭിച്ച ഒന്നാണ് ഗ്രിൽഡ് ചിക്കൻ എന്നത്. എന്നാൽ ഇത് നമ്മൾക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. എന്നാൽ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് പരിചയപ്പെടാം. ആദ്യം വേണ്ടത് ഒരു ഫുൾ ചിക്കൻ ആണ്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, മസാല, പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്. ഇനി ഇത് തയ്യാറാക്കിയാലോ? ആദ്യം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഫുൾ ചിക്കൻ എടുത്ത് അതിൽ മുഴുവനും മഞ്ഞൾപ്പൊടി തേച്ച് പിടിപ്പിക്കണം. ഇവിടെ ഒന്നിനും പ്രത്യേക അളവിലല്ല ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. അതും ഈ ഡിഷിന് ഒരു പ്രത്യേകതയാണ് കേട്ടോ. മുഴുവനായി തേച്ച് പിടിപ്പിക്കാനുള്ളതാണ് അളവ്. മഞ്ഞൾ കഴിഞ്ഞാൽ മുളക് പൊടിയും ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം കുരുമുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, മസാല, പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചതച്ചത്, ഇവയെല്ലാം ഓരോന്നോരോന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം 20 മിനിറ്റ് മാറ്റിവെക്കണം. ഈ സമയം നമുക്ക് കനൽ കൂട്ടി കത്തിക്കാനും കഴിയും. അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗ്രില്ല് കനലിന്റെ മേലിൽ ഇരിപ്പിടം തയ്യാറാക്കി വച്ച ശേഷം മസാല പുരട്ടി വെച്ച ചിക്കൻ ഗ്രില്ലിൽ വെച്ച് കനലിന്റെ ചൂടിൽ വേവിക്കണം. ഓരോ 15 മിനിറ്റ് കഴിയുമ്പോഴും മറിച്ച് വേവിക്കണം. ഇരുവശവും ഇങ്ങനെ മാറി മാറി ഒരു 3/4 മണിക്കൂർ വേവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ അഥവാ കോഴി ചുട്ടത് റെഡിയായി കിട്ടും. ഒപ്പം സ്വന്തം കയ്യാൽ ഇത് തയ്യാറാക്കിയതിന്റെ സന്തോഷവും. എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. ഒപ്പം ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.